നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും ചെയ്യാത്ത ഒരു വീഡിയോ ആണ്, ഒരു കൃഷിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ പല കൃഷികളും ചെയ്തിട്ടുണ്ട്, എങ്കിലും ഈ ഒരു കൃഷി എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മൾ സീസൺ അനുസരിച്ച് ഓരോ കൃഷികളും നമ്മൾ ചെയ്തുകൊണ്ട് വരികയാണ് അല്ലേ. എന്തെല്ലാം കൃഷികൾ നമ്മൾ ചെയ്തു. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ കടല, ബീൻസ് തൊട്ട് ക്യാരറ്റ്, ബീട്രൂട്ട്, കോളിഫ്ലവർ, ക്യാബേജ്, തക്കാളി എന്ന് വേണ്ട എല്ലാത്തരം പച്ചക്കറികളും നമ്മുടെ നാട്ടിലും നമ്മുടെ ടെറസിൽ, നമ്മുടെ പറമ്പിലും, മുറ്റത്ത്, ഗ്രോ ബാഗിൽ ഇതെല്ലാം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുമെന്ന് നമ്മൾ പരീക്ഷണത്തിലൂടെയും അല്ലാതെയൊക്കെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു അല്ലേ. തീർച്ചയായിട്ടും നമ്മളെയും കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സ്വല്പം സമയവും ക്ഷമയും മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഓരോ വിളവിലൂടെയും ഓരോ കൃഷിയിലൂടെയും നമ്മൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട് നമ്മുടെ കടുകാണ്. നിസ്സാരമായ കടുക്, ഒരു കുഞ്ഞി കടുക് മണിയോളം ചെറുതെന്ന് പറയത്തില്ലേ, അതുപോലെ ഒരു കുഞ്ഞി കടുക് മണിയിൽ നിന്ന് ഇങ്ങനെ വളർന്നിട്ടില്ല അധികം, എങ്കിൽ തന്നെയും ഇതിനകത്ത് നിറയെ കായകളായിട്ട് നിൽക്കുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മൾ പാറ്റി പറക്കി കളഞ്ഞ് വേസ്റ്റ് കളഞ്ഞിട്ട് അതിൽ നിന്ന് കിളിച്ച് വന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മെനക്കെട്ടൊന്നും അല്ല. അപ്പോൾ അത് കൊണ്ടുവന്ന് പറിച്ച് നട്ടപ്പോൾ നല്ലതുപോലെ കടുക് ഇതിനകത്ത് വരാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഈ കടുകിൻ്റെ കൃഷിയൊക്കെ കാണിച്ചിട്ട് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കടുക് പറിച്ചിട്ട് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല, എങ്കിൽ തന്നെയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഇല, ഇതിൻ്റെ കടുക് എങ്ങനെയാണ് വളരുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നത്, എവിടെയാണ് പിടിക്കുന്നത്, അതിൻ്റെ പൂക്കൾ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അപ്പം നമുക്കെന്തൊക്കെ അറിയായിരിക്കാം, പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഈ കോവിഡ് കാലത്ത് വീട്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിവുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേരൻസ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് കാണിച്ച് കൊടുക്കണം. ഓരോ ചെടികളും നമ്മളിങ്ങനെ നട്ട് വളർത്തി അവരുടെ ഓരോ വളർച്ചാ രീതികളും കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അല്ലാതെ ഇതിന്ന് ഇപ്പോൾ നമ്മുടെ കടുവ് പറിച്ചിട്ട് ഇപ്പം കൊണ്ടുവന്ന് കടുവ് പൊട്ടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിക്കാം. അതുകൊണ്ട് ഇഷ്ടം പോലെ കടുകാണ് അവിടെ വളർന്നു വരുന്നുണ്ടല്ലേ. ഇതെല്ലാം കടുകാണിത്. ഓരോ കൊമ്പിൽ നിന്നും ഒരു കുഞ്ഞ് കടുകിൽ നിന്ന് വരുന്നതായ ഒരു ചെടിയാണിത്. ഇത് ഒരുപാട് വലുതാവും കേട്ടോ. ഇത് കുറച്ചുകൂടെ വളവും ഒക്കെ ഇട്ട് കൊടുക്കണം. കുറച്ച് ദിവസമായി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ അതിൻ്റെ പൂക്കൾ കണ്ടോ, നല്ല മഞ്ഞ കളറ്. ഇതൊക്കെ നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ നോർത്തിലായിരുന്നപ്പോഴും ഞാനിതിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അന്നൊക്കെ എനിക്ക് ഡൗട്ടായിരുന്നു, ഈ കടുകൊക്കെ എവിടെയാണ് പിടിക്കുന്നത്, എങ്ങനെയാണ് പിടിക്കുന്നത്, ഇതൊക്കെ നമ്മളിട്ട് കിളിർത്ത് വരുമോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ അന്നും നല്ലതുപോലെയൊക്കെ പടർന്നു വന്നു കേട്ടോ. ഇത് നല്ല വലുപ്പത്തിൽ പടർന്ന് പന്തലിച്ച് കയറി വരും ഇത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മണ്ണ് നിറയ്ക്കുന്ന രീതിയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഗ്രോ ബാഗിനകത്ത് മണ്ണ് നിറയ്ക്കുന്ന രീതിയൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആ തൈകൾ പാകി നട്ട് പിടിപ്പിച്ചാൽ നല്ല രീതിയിൽ ഇതിഞ്ഞ് വളർന്നു വരും. പിന്നെ ഇത് ചാണകമോ ജൈവസ്ലറിയോ സൂപ്പർ മീലോ ഏതെങ്കിലും വളം, കമ്പോസ്റ്റോ കോഴിവളമോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് കൊടുക്കാം. ഇന്ന വളമേ ഒന്നൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളതായ ഏത് വളങ്ങളും നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ഇതിന് പ്രത്യേകം നമ്മൾ വിത്തൊന്നും വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. കടുവൊന്നും പ്രത്യേകം ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ കടുവ വറുക്കാനായിട്ട് വാങ്ങിക്കുന്നതായ കടുക് നമ്മളത് പാറ്റി കളയുമ്പോൾ കിട്ടുന്നതായ അതായാലും മതി. അല്ലാതെ നമ്മൾ വലുത് നോക്കി എടുത്താലും നമുക്കത് പാകി കിളിപ്പിച്ച് എടുക്കാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെങ്ങനെയാണ് ആ വിത്ത് പാകി കിളിപ്പിച്ച് പറിച്ച് നടുന്നതെന്ന് നോക്കാം. ഇത് വളർന്നു വരുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതിങ്ങനെ ചാഞ്ഞങ്ങ് പോവും. തന്നെയല്ല കാറ്റോ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചാഞ്ഞ് വളഞ്ഞൊടിഞ്ഞങ്ങ് പോവും. അപ്പോൾ നമ്മളെന്ത് വേണം, അതിനൊരു കമ്പ് നമ്മളതിൻ്റെ ചുവട്ടിലോട്ട് ഒന്ന് താഴ്ത്തി വെച്ചിട്ട്, കണ്ടില്ലേ, ഇത് ഒരുപാട് ശിഖരങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് ഇച്ചിരി വള്ളിയൊക്കെ എടുത്തിട്ട്, അപ്പോൾ ഒരു പ്ലാസ്റ്റിക് വള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒരു 5-6 നമുക്ക് കീറാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ഓരോ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പോൾ 2-3 എടുത്തായിട്ട് നമ്മളിങ്ങനെ കെട്ടിക്കൊടുത്താൽ അവിടെ ധൈര്യമായിട്ട് അവരെ നിന്നോളും. കാറ്റത്തൊന്നും വീണു പോകാതെ നമുക്ക് ആ കടുകൊക്കെ പൊട്ടിച്ചെടുക്കാനായിട്ടും സാധിക്കും. ഈ കടുകിൻ്റെ ഇലയൊക്കെ ഉണ്ടല്ലോ, നോർത്തിലെ തോരനൊക്കെ വെച്ച് കഴിക്കാറുണ്ട്. അവർക്ക് എന്ത് കിട്ടിയാലും അവരത് എന്തെങ്കിലും കറിയാക്കും ഈ നോർത്തിലൊക്കെ. പക്ഷെ നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ അതൊക്കെ. ഇതെല്ലാം ഇങ്ങനെ കെട്ടി വെച്ച് കൊടുക്കും. 2-3 എടുത്തായിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കൊടുത്താൽ അത് കാറ്റത്തൊന്നും വീഴാതെ നിന്നോളും. ഇതിങ്ങനെ കെട്ടി ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ കൊമ്പുകൾ ഇങ്ങനെ കുറേ വരും, ശിഖരങ്ങൾ കായൊക്കെ ആയിട്ട്. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഈ കടുകിൻ്റെ തൈകൾ നമ്മൾ പറിച്ച് നട്ട് 1 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് പൂക്കളും കായകളും ഒക്കെ വരാനായിട്ട് തുടങ്ങും. ഇപ്പം കണ്ടില്ലേ, നല്ല മഞ്ഞ പൂക്കളും ഒക്കെ ആയിട്ട് വന്ന് ഇപ്പോൾ അതിനകത്ത് നല്ല തേനീച്ചകളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണം അതിൻ്റെ തേനൊക്കെ നൂരാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഉടനെ കായൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും. കുറേ ശിഖരങ്ങൾ ഇതിനകത്തങ്ങ് ഉണ്ടാകും.
അപ്പം കടുക് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ. ഇപ്പം ഇതാണ് കടുക്. ഇപ്പോൾ നമുക്കത് എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചിടാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതേപോലെ നമ്മൾ പിന്നെ പാകി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, നമ്മൾ പാറ്റി പറക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് വീണിട്ട് കിളിച്ച് വരുന്നത് കണ്ടോ. അതേപോലെ ഗ്രോ ബാഗിനകത്ത് നിൽപ്പുണ്ട് നമ്മുടെ കോവലിൻ്റെ ചുവട്ടിൽ, അതുകൂടെ കാണിച്ചു തരാമേ. അപ്പോൾ ഇത് കണ്ടില്ലേ, കോവലിൻ്റെ മൂട്ടിലും ഇതേപോലെ ഉണ്ടെന്ന് അരിയൊക്കെ വീണിട്ട് ഇഷ്ടംപോലെ കിളിച്ച് വരുന്നത് കുറേ നിൽപ്പുണ്ട്. അപ്പോൾ അതാണ്ട് ഇതും കൂടെ നമുക്ക് കോവലിൻ്റെ ഇപ്പോൾ എന്ത് അരികളൊക്കെ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രോ ബാഗിനകത്തോ ഒക്കെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് കുഴിച്ചങ്ങ് ഇടും. അപ്പോൾ അത് അവരവിടെ കിടന്ന് കിളിച്ച് വരും. അപ്പം കിളിച്ച് വരുമ്പോൾ നമുക്ക് അങ്ങ് പറിച്ച് നട്ടാൽ മതി. അപ്പോൾ അതേപോലെ ദാണ്ട് ഇത് കണ്ടോ, മുളക് തൈ നിൽക്കുന്നത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് അങ്ങ് കുഴിച്ചിടും. അവരിങ്ങനെ കിളിർത്ത് വരുമ്പോൾ പിന്നെ നമുക്ക് പറിച്ച് നട്ടാൽ മതി. ഇത് നമുക്കിനി പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുകിനെ നമ്മൾ എടുത്തു കഴിഞ്ഞു. കടുകിനെ എടുത്തിട്ട് അതിൻ്റെ വേരൊക്കെ എങ്ങനെ ഇരിക്കുകയാണ്, ഇത്രയും ഭാഗം നമുക്കങ്ങ് മണ്ണിന് അകത്തോട്ടങ്ങ് ആക്കാം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വളർന്നിട്ട് ചാഞ്ഞങ്ങ് പോവും. ഇവിടെ ഗ്രോ ബാഗ് ഇരിപ്പുണ്ട്, നമുക്കതേ തന്നെ അങ്ങ് കുഴിച്ചിടാം. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഇത്തിരി ആഴത്തിൽ മണ്ണൊന്ന് നീക്കിയിട്ട് അടിക്ക് കരിയിലൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഉറപ്പിച്ച് അങ്ങ് നിർത്തണം. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് വീഴ്ത്തി കൊടുക്കണം. അപ്പം നമ്മുടെ കടുക് നല്ലതുപോലെ ഇങ്ങനെ വളർന്ന് നല്ല ആരോഗ്യമുള്ളൊരു കടുക് കണ്ടോ. അതുപോലെ നമുക്ക് പറമ്പിലൊക്കെ കടുകിനെ നമുക്ക് പറിച്ച് നടാവുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒരുക്കി വെച്ചിരിക്കുന്നതായി ഒരു ഗ്രോ ബാഗിനകത്തോട്ട് ഇപ്പം നമ്മളിച്ചിരി നേരത്തെ തന്നെ കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത ഗ്രോ ബാഗാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ അങ്ങനെ കുറച്ച് മണ്ണ് കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം മഴ സമയത്തൊക്കെ നമുക്ക് അത് വളരെയധികം ഉപകരിക്കും. ഈ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് ഒരു ചാക്കിനകത്തോ വല്ലതും നമ്മൾ വാരി അങ്ങ് വെച്ചേക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ടേക്കണം. എപ്പോഴും നമുക്ക് ഈ കുമ്മായമിട്ട് ട്രീറ്റ് ചെയ്ത് നമുക്കങ്ങനെ ക്ഷമയില്ലല്ലോ അങ്ങനെ ഇത്രയും സമയമൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുമിച്ച് അങ്ങ് ചെയ്തങ്ങ് ഇട്ടേക്കാന്നുണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ട്രീറ്റ് ചെയ്തതായ മണ്ണാണ് ഇതിരുന്നത്. വളമൊക്കെ ഇട്ടിട്ട് ഒരു 15 ദിവസത്തോളം കുമ്മായി ഇട്ട് വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വളവും കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടിട്ട് അങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് മണ്ണെടുത്ത് ഗ്രോ ബാഗിനകത്ത് നിറച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്നതിനകത്താണ് ഇപ്പോൾ ഈ കടുക് നമ്മൾ നട്ടത്. അപ്പോൾ ഇനി ഒരാഴ്ച കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുത്താൽ ഇത് നല്ല ആരോഗ്യത്തോടുകൂടി ഇങ്ങനെ വളർന്നു വരും. ഇഷ്ടം പോലെ കടുക് നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പം ഈ കടുകിൻ്റെ കൃഷി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കരുത്. അതുപോലെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.